വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റഡി വ്ളോഗ് പ്ലസ് ഒരു റീസെറ്റ് വ്ളോഗാണ്. അതായത് ഇന്നോട്ട് നമ്മൾ വീണ്ടും പഠിത്തത്തിലോട്ടേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ ഇത് എന്നാ പോസ്റ്റ് ചെയ്യുക എന്ന് എഡിറ്റ് ചെയ്യുക കാരണം അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് സ്റ്റോറേജും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല. എന്നിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ്, അതായത് സ്റ്റഡി വ്ളോഗും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇത്രയും ദിവസം ലാഗ് ആയത്, അതായത് ഇത്രയും ദിവസം വീഡിയോ വരാത്തതിൻ്റെ മെയിൻ റീസൺസ് ഞാൻ പറയാം. ഒന്ന് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി. എനിക്ക് തീരെ പ്രൊഡക്ടിവിറ്റി ഇല്ല. ലൈക്ക് പഠിക്കുക പോവുക എന്തെങ്കിലുമൊക്കെ അങ്ങനെ തീരെ ടൈമിംഗ് ഇല്ല, ടൈം മാനേജ്മെൻ്റ് ഇല്ല, പഠിത്തം മര്യാദയ്ക്ക് പോയില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡീമോട്ടിവായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ ഉയർത്തി ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം വീഡിയോ എടുക്കുമ്പം കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ പഠിത്തവും നടക്കാമല്ലോ. അപ്പോൾ ഇനി തൊട്ട് നല്ലോണം പഠിക്കണം, സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് വേറൊരു എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ്. ഇറ്റ്സ് എ വെരി 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 ബിഗ് പ്രോബ്ലം. കാരണം തീരെ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, തീരെ സ്റ്റോറേജ് ഇല്ല. എത്രയോ ഡിലീറ്റ് ആക്കി അങ്ങനെ എന്തൊക്കെയോ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റിലാണ്. പക്ഷേങ്കിൽ എപ്പോൾ അപ്ലോഡ് ചെയ്യും, എപ്പം എഡിറ്റ് ചെയ്യും എന്നൊരു യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ലേസിനെസ്, മടി നല്ലോണം ഉണ്ട്. കാരണം ഒരു ദിവസം ലാഗായി കഴിഞ്ഞാൽ പിന്നെ എന്നോട് ലാഗായിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കാം മാക്സിമം. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുക ഫസ്റ്റ്. കാരണം എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട്, നല്ല തലവേദനയുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് എണീച്ച് വന്നതാണ്. അപ്പോൾ നല്ല തലവേദന ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു ചായ ഉണ്ടാക്കി പെട്ടെന്ന് കുടിച്ചിട്ട് പഠിത്തത്തിലോട്ടേക്ക് കിടക്കും. സോ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിൽ പോകാൻ. അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ചാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. കം ഓൺ ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സൺഡേ എടുത്തേച്ച വ്ളോഗാണ്. പക്ഷേങ്കിൽ ഇത്രയും ഞാൻ എന്താ പറയുക 2-3 ദിവസത്തെ ഗ്യാപ്പ് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പനിയായിരുന്നു. ഇന്നലെ തൊട്ട് നല്ല പനി പിടിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ വലിയ മാറിയിട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ക്ലിപ്സൊക്കെ ഡിലീറ്റ് ആക്കി കളയും. അങ്ങനെ വീഡിയോ അതും അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിപ്പം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. അപ്പം ഞാൻ നല്ല കടുപ്പത്തിലുള്ള പാൽച്ചായ, അതേപോലെ തന്നെ ബിസ്ക്കറ്റും, ഇത് ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റും പിന്നെ ബേക്കറിയും എടുത്തിട്ടുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. 8:30 എന്തോ കഴിഞ്ഞു വീഡിയോ എടുക്കാൻ തന്നെ. അപ്പം ഞാൻ നേരത്തെ കുറച്ച് പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയിട്ട് ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമുക്ക് പഠിക്കാൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് എൻ്റെ ടേബിൾ. അപ്പം നിങ്ങൾക്കും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുക. ലൈക്ക് എനിക്കിപ്പോൾ തിന്നാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മളെന്താ തിന്നുക, അതിൽ ഒരു മോശം കാര്യം ചിന്തിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാച്ചാൽ അത് വരയ്ക്കുക. അങ്ങനെ ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി ഫസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒന്ന് സന്തോഷപ്പെടുത്തിയിട്ട് പതിയെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ എപ്പോഴും നിങ്ങൾ മറക്കാണ്ട് ചെയ്യണം ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പ്രൊഡക്ടിവിറ്റിയിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങളത് മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ലാപ്ടോപ്പും കണ്ട് ചായയും കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പഠിക്കാൻ തുടങ്ങാം, റഷ് ആവാണ്ട് പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മൾ ചായ കുടിച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് ലേറ്റ് ആയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 9 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയതായിട്ടൊന്നും ഇല്ല കാര്യമായിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ബാക്കിൽ നോക്കണ്ട, കാരണം മഴയായതുകൊണ്ട് തന്നെ ഇനിയിപ്പം വീട്ടിൽ മൊത്തം ആറിയിട്ടതായിരിക്കും ആവറേജ് മല്ലു ഫാമിലി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് പോയിട്ട് വേഗം പഠിത്തത്തിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, എനിക്കറിയാം ഈ വീഡിയോ വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നെക്സ്റ്റ് വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ലെങ്തിയ വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കോൾഡ് ആയതുകൊണ്ട് ഞാൻ ഓരോ കാര്യം നിർത്തി മെല്ലെയാണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കോൾഡ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലാപ്ടോപ്പിൽ സമയം വെക്കുക, ലൈക്ക് ടൈമറല്ല സ്റ്റോപ്പ് വാച്ച് പോലെ വെക്കാൻ വിചാരിച്ചു. അതേപോലെ തന്നെ പാട്ട് കേട്ട് ചില്ലായിട്ടൊക്കെ. ഫസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ട്
കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പഠിത്തത്തിലോട്ടേക്ക് കടക്കാമെന്നാണ് വിചാരിച്ചത്. വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിത്തം എല്ലാം കഴിഞ്ഞതൊരു 11:30 ആ ഒരു സമയമായപ്പോഴാണ്. കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോയേ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് പഠിക്കാനായിട്ട് പോകാം. ആൻഡ് ഇനി ഞാൻ മൊത്തം ടൈം ലാപ്സിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡായിട്ടായിരിക്കും ഉണ്ടാവുക മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് എഴുതാം, എന്നിട്ട് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ട്യൂഷൻ ക്ലാസ് പോയാലും സ്കൂളിൽ പോയാലും അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്. അതായത് അവിടെ നിന്ന് എന്തൊക്കെയാണോ പറയുന്നത് അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പഠിക്കാനായിട്ട്. പഠിക്കുന്ന ക്ലിപ്പിനെക്കാട്ടും കൂടുതലുള്ളത് ഈ റാൻഡം ക്ലിപ്സൊക്കെയാണ്. മാക്സിമം ഞാൻ ലെങ്ത് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗോഷ്ഠികൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഫസ്റ്റ് നമ്മൾ എഴുതി പഠിക്കുകയാണ്. ലൈക്ക് ഒരു കെമിസ്ട്രിയിലെ ഒരു വർക്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് എഴുതിയിട്ട് നമുക്ക് നാളെ കാണിക്കണം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് എഴുതി പഠിക്കുകയാണ് ഫസ്റ്റ് തന്നെ. ഞാനൊരു മിനി വ്ളോഗ് സീരീസ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ കോഴിക്കോട് നല്ല മഴയാണ്. ഇപ്പം എന്താ പറയുക, നമുക്ക് ലീവൊക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നതിൻ്റെ അടുക്ക് പാട്ടൊക്കെ വെച്ചാൽ അത് ഇങ്ങനെ ഇരിക്കുക അവസ്ഥ. ഞാൻ അതിൻ്റെ അടുക്ക് കൂടെ ഓരോന്ന് എന്താ പറയുക കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഗ്നോർ ചെയ്യുക. ഇതൊരു 1x കാണുക വെച്ചാൽ ഓക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇത് കുറച്ചധികം സ്പീഡിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് കുറേ ക്ലിപ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ ഉള്ള ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 25 മിനിറ്റോളം പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിൽ 20 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക എന്നോട് അറിയാണ്ടൊന്ന് ഓഫാക്കി പോയിട്ടുണ്ടായിരുന്നു ടൈമർ. ലാസ്റ്റ് വെക്കുമ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ക്ലിപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല. അതായത് ഞാനത് വൈൻഡപ്പ് ചെയ്യുന്ന ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ പാട്ട് വെച്ച് സ്പോട്ടിഫൈയിൽ പാട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതും കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ. പറഞ്ഞ് എവിടെയോ എത്തി നമ്മളെ പഠിത്തമൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.